എന്താ മോനെ ഇങ്ങനെ പറ്റിപ്പോയല്ലോ? നീ വലുത് കഴിച്ചോ? കഴിച്ചു അച്ഛാ. അമ്മ വന്നില്ലേ അച്ഛാ? അവൾക്ക് എപ്പോഴും നിന്നെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മോനെ. കരയണ്ട അച്ഛാ, ഞാൻ പെട്ടെന്ന് വരുമെന്ന് അമ്മയോട് പറയണം കേട്ടോ. നിങ്ങൾ കരയണ്ട മാമ. ചേച്ചി നിങ്ങളോട് വിഷമിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും നിങ്ങൾ വരുന്നത് വരെ ചേച്ചി കാത്തിരിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. വിഷമിക്കേണ്ട കുമര, നിങ്ങൾ എല്ലാവരെയും എത്രയും വേഗം പുറത്തു കൊണ്ടുവരും ഞാൻ. അതിനുള്ള പണികൾ നടക്കുന്നുണ്ട്. കേസിന്റെ സ്ഥിതി ഇപ്പൊ എന്താണ്? വക്കീൽ എന്താ പറയുന്നത്? നിങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്തോണ്ട് ഇവർക്ക് മാവോയിസ്റ്റ് ആയിട്ട് ബന്ധമുണ്ടെന്ന കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. ഒരു ചെറിയ ഉദാഹരണം. നമ്മുടെ നാട്ടിലൊരു മീൻകാരൻ മീൻ പിടിക്കാൻ പോകുന്നു. അവന് സംരക്ഷണം വേണമെന്ന് സർക്കാരിനോട് അവൻ ആവശ്യപ്പെടുന്നു. സർക്കാരും അത് തരാമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സംരക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് സർക്കാർ തീരുമാനിച്ച് അന്നത്തെ ദിവസം അവന്റെ സംരക്ഷണം സ്വയം തന്നെ അവൻ നോക്കി. അപ്പോ അവൻ തീവ്രവാദിയാണോ അതോ നെക്സ്റ്റേറ്റാണോ? കാവൽ നിൽക്കുന്നവർ എന്നെ ഇതിന് കൂട്ടി നിൽക്കുന്നത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർക്കാരിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. മുല്ലമ്പാറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ എഴുതണം. അത് ജനങ്ങളുടെ അടുത്ത് പോയി ചേരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ വിജയമുണ്ടാവൂ. സർക്കാരിന്റെ ശ്രദ്ധ നിങ്ങളുടെ മീതെ വരും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എഴുതണം. എഴുത്ത്, അതാണ് വിപ്ലവക്കാരുടെ ആയുധം. അത് അടുത്ത തലമുറയ്ക്കും ഒരു വഴികാട്ടിലായിരിക്കും. എന്താടോ പുറത്ത് വിപ്ലവം കാണിക്കാന്ന് വെച്ച് പിടിച്ചകത്തിട്ടപ്പോ ഇവിടെയും താൻ വിപ്ലവം കാണിക്കാൻ തുടങ്ങിയോ? തനിക്ക് ഞാൻ നിർത്താറായിട്ടില്ലല്ലേ? നല്ലത് ചെയ്യാനും നല്ലത് പഠിപ്പിച്ചു കൊടുക്കാനും എന്തിനാ സർ ഇഷ്ടമോ? പറയടോ സുകുമാരാ. എന്താടോ ഒന്നും അറിയാത്ത കാട്ടുജാതി പിള്ളേരാണെന്ന് പറഞ്ഞല്ലോ. അവന്മാരാണ് ജയിലിന്റെ അടുത്തുനിന്ന് വിപ്ലവം കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടുത്തെ യൂണിഫോം ഇടാൻ അവർക്ക് താല്പര്യമില്ലാന്ന്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്. നീ നോക്കിക്കൊള്ളണം. എന്തോന്ന് വിപ്ലവം ചെയ്യുന്നോ? അവരടക്കി നിർത്താൻ പറ്റുന്നില്ലേ? എടോ നീ പേടിക്കരുത്, അവന്മാരെ പേടിപ്പിക്കണം. ഞാൻ നോക്കിക്കോളാം. അതിനനുസരിച്ച് എനിക്കെന്തെങ്കിലും മാറ്റി വെക്കണം. അത് പിന്നെ നീ ഒന്ന് പറയണോ? ഒക്കെ നിനക്ക് തന്നെയാ. വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്, മേടിച്ചോ. എങ്കിൽ പിന്നെ അവന്മാരെ ഞാൻ കണ്ടോളാം. എന്ത് ചെയ്യാനാ പോകുന്ന നീ? ഓരോരുത്തരെയും തുടർച്ചയായി 3 ദിവസം ഉറങ്ങാൻ വിടാതെ ടോർച്ചർ ചെയ്യാൻ പോണ ഞാൻ. കണ്ണടയ്ക്കാൻ സമ്മതിക്കാതെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭ്രാന്തി പിടിക്കും. ഞാനൊരു മണ്ടനാ, ദേഷ്യക്കാരനാ. എന്റെ ഭാര്യയെ സംശയിച്ചത് മഹാവിഡ്ഢിത്വമായിപ്പോയി. ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കാനൊന്നും എനിക്ക് അധികാരമില്ല. വേണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതിയായിരുന്നു. എന്റെ ദേഷ്യം എങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അവളെ ഞാൻ തന്നെ കൊന്നു. മഹാപാപം ഞാൻ ചെയ്തത്. എന്നെ തൂക്കി തന്നെ കൊല്ലണം. അത് തന്നെയാണ് ശരിക്കുള്ള ശിക്ഷ. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ തൂക്കി കൊന്നാൽ സമാധാനത്തോടെ മരിക്കും ഞാൻ. ഇവിടെ ഉള്ളവന്മാർക്ക് ബീഡി കൊടുക്കുന്നത് നീയാണോ? എത്ര ദിവസമായിടാ ഇതൊക്കെ? എഴുതേക്കടാ. സാർ എനിക്കറിയില്ല സാർ, ഇതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല സാർ. ഇതെന്റെ മേത്ത് വന്ന് വീണതാ സാർ. ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ല സാർ. അതൊക്കെ എനിക്കറിയാം. നീ പറഞ്ഞത് കേക്ക് സാർ. എനിക്കറിയില്ല സാർ ഇതിനെ കുറിച്ചൊന്നും. സാർ വേണ്ട വേണ്ട സാർ. സാർ സാർ
ഡോ, എന്താ ഇവൻ ഉറങ്ങിയോ? ഇല്ല സാർ. എന്തടാ ഉറക്കം വരുന്നുണ്ടോ? ഡോ, ഒരു ചൂട് ചായ കൊടുന്നേ. ഡോ, എനിക്കല്ലടോ, അവന് കൊടുക്ക്. അവനപ്പോ ഉറക്കം വരില്ലല്ലോ. സാർ, എന്താടാ? മുത്തു ബീഡി വിറ്റെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അവനെ കാണുന്നില്ലല്ലോ സാറേ. അവനിങ്ങ് വരുവടാ. നീ വന്നോ സാറേ? എന്ന് പറഞ്ഞില്ലേ? നീ വാ. ഇതുവരെ കാണുന്നില്ലല്ലോ സാറേ. എന്നോടല്ലേ വരാൻ പറഞ്ഞത്. അവനിപ്പോ എവിടെയാ ഉള്ളത്? അവനുണ്ടടാ, നീ വാ. സാർ, വേലായത്തിന് എങ്ങോട്ട് കൊണ്ടുപോവാ? ഡാ, നീ ഒന്ന് ചോദ്യം ചോദിക്കണോ? പോടാ. അവനും വന്നോട്ടെ സാറേ. നീ വാടാ. എന്താ സാറേ? വാ മോനെ, പറയാം. പിന്നെ നീ കാട്ടിലുള്ള വലിയ വലിയ മരങ്ങൾ, പിന്നെ മല, ഇതിലൊക്കെ കുരങ്ങു പോലെ കയറുമത്രേ. സാറേ, ഞങ്ങളൊക്കെ കാട്ടുജാതിയാ. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ മേളിലെത്തും. ഓ, അത് ശരി. പിന്നല്ലാതെ. എന്നാ ഈ ജയിൽ കോമ്പൗണ്ടിലൊന്ന് കയറി കാണിച്ചേ. നീ ഈ ചുമരിലോ? അതെ, നീ ഈ ചുമരിന് മേളിൽ കയറി കാണിച്ച മുത്തുവിന് ഞാൻ വിളിച്ചോണ്ട് വരും. ഇത്രേ ഉള്ളോ? ഇപ്പൊ കേറാം. മുത്തു വരുമല്ലോ. വരുവടാ, നീ കേറ്. ഇപ്പൊ സാറ് കാണും. സാറേ, മുത്തു വരുമല്ലോ. ഡാ, വരുന്ന് പറഞ്ഞില്ലേ? കേറ്. സാറേ, ഇത് മതിയോ അല്ല ഇനിയും മുകളിലോട്ട് കയറണോ? അതിന്റെ മുകളിലും കേറ്. ദേ, വേലായുധൻ രക്ഷപ്പെടാൻ നോക്കുന്നു. അവനെ പിടിക്ക്. അടിക്കണ അവനെ. അടിച്ച് കൊല്ലവനെ. അടിക്ക്, അടിക്ക്, നല്ലോണം അടിക്കവനെ. അടിക്ക്, അടിക്ക്. അങ്ങനെ തന്നെ. അടിക്കുന്ന നിർത്ത്. സാർ, ഇവൻ ചത്തുപോയി. വിട്ടുകളാ. രക്ഷപ്പെടാൻ നോക്കിയതാ. കോമ്പൗണ്ടിന് മേളിൽ നിന്ന് കാല് തന്നെ താഴെ വീണ് ചത്തുപോയിന്ന് കേസ് ക്ലോസ് ചെയ്യും. അത്രേ ഉള്ളൂ. ജയിലറോട് ഞാൻ പറഞ്ഞോളാം. ഡോ, ബോഡി എടുത്തേ.